ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. സായാഹ്നക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാകാര സംഗമം കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. സായാഹ്നക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാകാര സംഗമം കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു നടപടിയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഞാനിവിടെ അപ്രതീക്ഷിതമായിട്ടാണ് കൊച്ചിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യമുണ്ടായത്. പിന്നെ നമ്മൾ എവിടെ കൊണ്ടുവന്നിട്ടാലും 4 കാലിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഇതുവരെ തെരഞ്ഞെടുപ്പിൽ, കോളേജ് കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, പിന്നെ മത്സരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് മത്സരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പരിചയമല്ലാതെ മത്സരിച്ചിട്ടില്ല. അങ്ങനെ ആദ്യമായി വന്ന് മത്സരിച്ചു. എന്നെ കൊച്ചിക്കാരായിട്ടുള്ള നിങ്ങൾ ഏറ്റെടുത്തു. ഒരുപക്ഷെ എൻ്റെ പ്രവർത്തനവും എൻ്റെ സൗന്ദര്യവും ഒക്കെ കണ്ടിട്ടാണ് ആരും പറയില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്നെ ഏറ്റെടുത്തു. അപ്പൊ നിങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഏറ്റെടുക്കുന്നത്. ഞാനെപ്പോഴും ഒരു പൊതുപ്രവർത്തകരായിരിക്കുന്ന സമയം മുതൽ, അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം മുതൽ, നമ്മൾ കോളേജിലെല്ലാം മത്സരിക്കുമ്പോൾ നമ്മളെല്ലാവരോടും പറയുന്നതാണ്, നമ്മളെ കുട്ടികൾ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ട്, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ഞാൻ പല സദസ്സിലും ചെല്ലുമ്പോൾ ഒന്ന് പാടാമോ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് പാടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ ഒരുമിച്ചൊരു ട്രിപ്പ് പോകുമ്പോഴായിരിക്കും പാടുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ അവസരം കിട്ടാഞ്ഞിട്ടാണോ ഇവരൊക്കെ പാട്ടിൻ്റെ മേഖലയിൽ തെളിഞ്ഞു വരാത്തത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ വേദികളില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ സായാഹ്നക്കൂട്ടം എന്ന് 10 വർഷം തികയുകയാണ്. 10 കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള അവശ്യ കലാകാരന്മാരെന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒട്ടനവധി പേര് നമ്മുടെ ഇടയിൽ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ, പാട്ടിലും നൃത്തത്തിലും അതുപോലെ അഭിനയത്തിലും കരോക്കെ ഗാനമേള നടത്തുന്നതിലും ഒക്കെ തൽപരരായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് അത് മനോഹരമായി കൊണ്ടുപോയി 10 വർഷം തികച്ചിരിക്കുകയാണ്. തീർച്ചയായും മുൻ മേയർ സൗമിനി ജെയിൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യ അതിഥികളായി എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, നടനും സംവിധായകനുമായ ആദം അയൂബ്, ഗായകനും നാടകനും മോഡലുമായ ആബിദ് അൻവർ, അഡ്വക്കേറ്റ് P പ്രേമകുമാർ, നന്ദ മേനോൻ, നാടകരത്ന KM ധർമ്മൻ, നടന വിസ്മയം KPSC ബിയാട്രീസ്, VP ശ്രീലൻ മാതൃഭൂമി, സേവ്യർ രാജു മലയാള മനോരമ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള നാടകരംഗത്തെയും സംഗീത രംഗത്തെയും ആദ്യകാല കലാകാരന്മാരായ കൊച്ചിൻ ഹസ്നാർ, അമ്മിണി ഏണസ്റ്റ്, ഗ്ലാഡ്വിൻ ആന്റണി, കൊച്ചിൻ ഇബ്രാഹിം, ജൂനിയർ മെഹബൂബ്, കൊച്ചിൻ വില്യംസ്, ഖാദികൻ സലീം കുമാർ, ഗസൽ ഗായകൻ അബ്ദുൽ സലാം, RLV സീമ രാജു, സാലിമോൻ കുമ്പളങ്ങി, ശോഭ എഡ്ഡി, ഗിത്താറിസ്റ്റ് അഷ്റഫ്, ഗിത്താറിസ്റ്റ് എഡ്ഡി, നടനും എഴുത്തുകാരനുമായ ലിനസ്, ഗായിക പ്രബല്ല, ഗായിക ജസ്സി ജോയി, ആർട്ടിസ്റ്റ് ആസിഫ് അലി കോമു, മുൻ ആയുഷ് ഡയറക്ടർ ഡോക്ടർ സെയ്ദ്, ശില്പിയും ആർട്ടിസ്റ്റുമായ സൈനുദ്ദീൻ അമ്പലത്ത്, മജീഷ്യൻ OMS അസീസ്, മാപ്പിളപ്പാട്ട് കലാകാരൻ സുബൈർ മാസ്റ്റർ തുടങ്ങിയ വലിയൊരു നിര കലാകാരന്മാർ കലാകാര സംഗമത്തിന് എത്തിയിരുന്നു. ചടങ്ങിൽ സായാഹ്നക്കൂട്ടത്തിന്റെ വളർച്ചയിൽ മികച്ച സംഭാവന നൽകിയ ജോസ്ഫിൻ ഫ്രാൻസിസ്, ഗീതാചന്ദ്രൻ, ഫിലോമിന ആന്റണി എന്നിവരെ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയ വ്യക്തികൾക്കും സംഘടനകൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു. നാദവിസ്മയം S ജാനകിയുടെയും സായാഹ്നക്കൂട്ടം അംഗം ബാവച്ചിന്റെയും നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. സമ്മേളന നടപടികളിൽ സുനിത ഫൈസലും PM സിറാജും നിയന്ത്രിച്ചു. പ്രസിഡന്റ് P ഹമീദ് സ്വാഗതവും ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ നന്ദിയും പറഞ്ഞു. ഗായിക S ശ്രീജയുടെ പ്രാർത്ഥന ഗാനത്തോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.